ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് റമദാനും അല്ലാത്ത സമയത്തൊക്കെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാം ചെയ്ത് പറ്റിയ നല്ല ടിപ്സായിട്ടാട്ടോ വന്നിട്ടുള്ളത്. പണികളൊക്കെ പെട്ടെന്ന് തീർക്കാനും ഒക്കെ പറ്റിയ നല്ല ടിപ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പച്ചരി നൈസ് പത്തിരിയൊക്കെ ഉണ്ടാക്കാനുള്ള അരി ഉണ്ടല്ലോ, പച്ചരി, അത് നന്നായി 2-3 പ്രാവശ്യം നന്നായി കേകിയതിന് ശേഷം വെയിലത്തിട്ട് ഉണക്കട്ടോ. നല്ല വെയിലൊക്കെ ആണല്ലോ, അപ്പോൾ ഇങ്ങനത്തെ ഈ ടൈമിനല്ല ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക. അപ്പോൾ അത് നന്നായി പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നന്നായി കേകി വെയിലത്ത് കൊണ്ടിടും കേട്ടോ. അപ്പോൾ ഈ ടൈമിന് തന്നെ മല്ലി, മുളക്, മഞ്ഞൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പൊടിച്ച് വെക്കുക. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ നമുക്ക് അത്യാവശ്യമുള്ള അങ്ങനത്തെ ഒക്കെ റെഡിയാക്കി വെക്കുക. അപ്പോൾ വെയിലാവുമ്പോൾ പിന്നെ റമദാനിന് നമുക്ക് ആവശ്യമാണല്ലോ നൈസ് പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ, പച്ചരിയൊക്കെ. അപ്പോൾ അത് പച്ചരിപ്പൊടിയൊക്കെ, അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെക്കുക കേട്ടോ. അങ്ങനെ ഞാൻ പച്ചരി നന്നായി കേകിയിട്ട് അത് ഊറ്റിയെടുത്ത് വെയിലത്ത് കൊണ്ടിട്ടു. അതുപോലെ ഈ മുളകിലൊക്കെ നന്നായി അയക്കുണ്ടാവും. അപ്പോൾ അതും ഇങ്ങനെ കേകിയതിന് ശേഷം വേണം നമുക്ക് പൊടിപ്പിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ അത് നന്നായി കേകിയെടുക്കട്ടെ. ഇത് നന്നായി വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് കേകിയിട്ട് വെള്ളം പോകാൻ വെച്ചിട്ട് വേണം വെയിലത്ത് കൊണ്ടിട്ടിട്ട്. ഇപ്പം നല്ല വെയിലാണ്, അപ്പോൾ വേഗം ഉണങ്ങി കിട്ടും. കണ്ടില്ലേ, നല്ല അയക്കുണ്ട് ഇതിലൊക്കെ. അപ്പോൾ ഇങ്ങനെ 2-3 പ്രാവശ്യം തന്നെ കേക്കിയിട്ട് വേണം പൊടിപ്പിച്ചെടുക്കാൻ കേട്ടോ. അതൊക്കെ ഞാൻ വെയിലത്ത് കൊണ്ടുപോയി പരത്തിയിട്ടു കേട്ടോ. ഞാൻ പച്ചരി മല്ലി, മഞ്ഞളും മുളകും അല്ലാതെ ഞാൻ ഇങ്ങനെ വെച്ചിട്ട്, അതുപോലെ തന്നെ നമ്മൾ രായി ഉണ്ടല്ലോ അതും ഇങ്ങനെ പൊടിപ്പിച്ചെടുക്കാം. നമുക്ക് റമദാനിലൊക്കെ ഇങ്ങനെ ഡ്രിങ്കൊക്കെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അത് കേക്ക് പതിച്ചെടുക്കണം കേട്ടോ. ഇതിലും നന്നായി അയക്കുണ്ടാവും. അപ്പോൾ 2-3 പ്രാവശ്യം നന്നായി കേകിയിട്ട് വേണം ഇതാക്കാൻ. അതിനി ഇതിങ്ങനെ അല്ലാതെ നമ്മൾ മിക്സിയിൽ അരച്ചിട്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. എന്നാലും ഇപ്പോൾ ഇങ്ങനെ കേകിയിട്ട് ഉണക്കി വെച്ചാൽ മതി. അപ്പം നമുക്ക് ഇങ്ങനെ കേൾക്കാൻ നിൽക്കണ്ടല്ലോ. മിക്സിയിൽ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ മില്ലിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അങ്ങനെ പൊടിപ്പിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ അപ്പം മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായി കേകി വെയിലത്ത് കൊണ്ടുപോയി ഉണക്കാൻ പരത്തി വെക്കട്ടെ കേട്ടോ. അങ്ങനെ കുരുമുളക് ഇങ്ങനെയുള്ള ഇതൊക്കെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതൊന്ന് പൊടിച്ച് വെക്കുക. ഇതൊക്കെ അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ലേ. ഇത് പണിൻ്റെ അടിയിൽ കൂടെ പൊടിക്കണില്ലാതെ നല്ലത് നമുക്ക് ആദ്യം തന്നെ നല്ല റെഡിയാക്കി വെച്ചാൽ നമുക്ക് അപ്പം പെട്ടെന്ന് ചെയ്യാമല്ലോ. അപ്പോൾ പൊടിക്കാനും നിന്നൊന്നും നിൽക്കണ്ടല്ലോ. അപ്പോൾ ഗരം മസാല, വലിയ ജീരകം പൊടിച്ച അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെക്കുക. അത് നന്നായി ചൂടായ ചട്ടിയിലിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. ചൂടായ ചട്ടിക്ക് ഇതിട്ടിട്ട് അപ്പം തന്നെ സ്റ്റൗ ഗ്യാസ് ആക്കുക കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എന്നിട്ട് അതിലിട്ടിട്ട് ചൂടായ ചട്ടിയിൽ കിടന്നുകൊണ്ട് ഒന്ന് ചൂടായതിനു ശേഷം അത് നന്നായി പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി അല്ലെങ്കിൽ ഇട്ട് കണ്ട് ചൂടായതിനു ശേഷം പൊടിച്ചാലും മതി. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ചെയ്യാം.
അങ്ങനെ ഇതും ഞാൻ നന്നായി പൊടിച്ചെടുക്കട്ടെ. ഇനി ഇതെല്ലാം ഒരു കുപ്പിയിലാക്കി വെക്കാം. പിന്നെ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കുമ്പോഴൊക്കെ അത്യാവശ്യമുള്ളതാണല്ലോ ഗരം മസാല. അപ്പോൾ അതിൻ്റെ മിക്സ് വാങ്ങിയിട്ട് അങ്ങനെ പൊടിപ്പിച്ചാലും മതി. അല്ലെങ്കിൽ എല്ലാതും കുറേശ്ശെ എടുത്തിട്ട് എല്ലാതും കുറേശ്ശെ എടുക്കുക. അതിലേക്ക് അതിലേറെ ഇതായിട്ട് വലിയ ജീരകം. ഇപ്പോൾ 10 ഗ്രാമാണ് എല്ലാതും എടുക്കണമെന്ന് വെച്ചാൽ അതിക്ക് 20 ഗ്രാമോളം വലിയ ജീരകം ഇടുക. അതുപോലെ ഏലക്കായൻ്റെ കുരുണ്ടല്ലോ, അത് ഒന്ന് മാത്രം ഇട്ടിട്ട് നന്നായി പൊടിച്ചെടുത്താലും മതി കേട്ടോ. അങ്ങനെ അതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു കുപ്പിയിലേക്ക് ഇട്ട് വെക്കാം കേട്ടോ. അതുപോലെ റമദാൻ അത്യാവശ്യമാണ് ഏലക്കപ്പൊടി. അപ്പോൾ അതും ഒന്ന് ചൂടായ ചട്ടിയിലിട്ടിട്ടൊന്ന് ഇതാക്കിയെടുക്കുക. അതിനുശേഷം ഇത് നന്നായി പൊടിച്ചെടുക്കുക. ഇനി മിക്സിയിൽ നന്നായി പൊടിയണില്ലെങ്കിൽ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നന്നായി പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അത് ഞാൻ നന്നായി ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും ഒരു കുപ്പിയിലേക്ക് മാറ്റി വെക്കുക. അങ്ങനെ ഇതെല്ലാം ഞാൻ എല്ലാതും പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയും ഇതുപോലത്തെ നല്ല റമദാനൊക്കെ പറ്റിയ നല്ല ടിപ്സായിട്ട് വരാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനിയും നല്ല ടിപ്സായിട്ട് വരാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ യൂസ്ഫുൾ ആയോ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ എങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാറുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.